ഇത് മാസ് മോട്ടോഴ്സ് എന്നാണ്. നമ്മുടെ ഹീറോൻ്റെ മാസ്ട്രോ വണ്ടി സർവീസിനായിട്ട് കയറ്റിയിട്ടുണ്ട്. ജനറൽ സർവീസായിട്ടാണ് നമ്മൾ ചെക്കിങ്ങിന് കയറ്റിയാണ്. അപ്പോൾ നമ്മളെ സർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മളതിൻ്റെ എയർ ഫിൽറ്റർ, ക്ലച്ചിൻ്റെ ഭാഗമൊക്കെ ഡീറ്റെയിൽ ആയിട്ട് അഴിച്ച് ചെക്ക് ചെയ്യുന്നുണ്ട്. എയർ ഫിൽറ്റർ നമ്മൾ അഴിച്ച് നോക്കുമ്പോൾ എയർ ഫിൽറ്റർ ഫുള്ള് ബ്ലോക്കാണ് കേട്ടോ. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ബ്ലോക്ക് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എയർ ഫിൽറ്റർ മാറ്റേണ്ടതാണ്. എയർ ഫിൽറ്ററും അതേപോലെ തന്നെ പ്ലഗും നമുക്ക് മാറ്റേണ്ടതാണ്. കാരണം പ്ലഗിൻ്റെ കണ്ടീഷനും വളരെ മോശമാണ്. അതായത് ആ പോയിൻ്റ്, ആ ഫയറിങ് നടക്കുന്ന പോയിൻ്റൊക്കെ ശരിക്കും കത്തി തീർന്നേക്കുന്ന ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമുക്ക് അതിൻ്റെ കാർബറേറ്റർ അസംബ്ലി നമ്മൾ ഫുള്ളായിട്ടൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്തിട്ടുണ്ട്. റണ്ണിങ്ങിൽ ഇടയ്ക്ക് ഓഫായി പോകുന്ന കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കാർബറേറ്റർ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ക്ലീനർ വെച്ചിട്ട് നല്ല രീതിയിലൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം. അതേപോലെ തന്നെ സ്ലോജറ്റൊക്കെ ഒന്ന് ക്ലീനർ വെച്ച് ക്ലീൻ ചെയ്താൽ മതി. വേറെ കംപ്ലയിൻറ്റും തോന്നണമെന്നില്ല. കാരണം എയർ ഫിൽറ്റർ ഇത്രയും ബ്ലോക്ക് ഉള്ള സ്ഥിതിക്ക് സ്വാഭാവികമായിട്ട് നമുക്കതിൻ്റെ ശരിക്കും പറഞ്ഞാൽ കാർബറേറ്ററിൻ്റെ ഭാഗം കൂടി നമ്മൾ നോക്കേണ്ടതായിട്ടുണ്ട്. കാരണം ഇത്രയും അഴുക്ക് നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും കാർബറേറ്ററിനകത്തേക്ക് നമ്മൾ ചെല്ലും. അതുകൊണ്ടാണ് കൂടിയാണ് കാർബറേറ്റർ അഴിച്ചാണ് കേട്ടോ. പിന്നെ അത് കൂടാതെ നമ്മളതിൻ്റെ ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ അഴിച്ച് ചെക്കുന്നുണ്ട്. CVT ക്ലച്ചിൻ്റെ ഭാഗങ്ങൾ നമ്മൾ ഇടയ്ക്ക് ഓരോ 10,000 കിലോമീറ്റർ തന്നെ അഴിച്ച് ഫുള്ളായിട്ട് ഗ്രീസിങ് കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതാണ്. ഓരോ സർവീസിൽ നമ്മൾ ചെക്ക് ചെയ്യേണ്ടതാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ സർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ അഴിച്ചാണ് കേട്ടോ. ഈ ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ സൈഡിൽ ഒലിസിൽ ലീക്കായി തുടങ്ങിയാണ് ഈ കാണുന്നത്. ചെറിയൊരു ഓയിലിൻ്റെ നനവ് കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കൈയോടെ നമുക്കത് മാറ്റിയിടാം. ക്ലച്ച് ഷാഫ്റ്റിൻ്റെ ആയാലും ആ സൈഡിൽ ഓയിൽ ലീക്ക് ആരംഭമാണത്. ചെറുതായിട്ട് ഒലിച്ചു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതും നമുക്ക് കൈയോടെ ഒന്ന് മാറ്റി കളയാം കേട്ടോ. പിന്നെ അതേപോലെ തന്നെ നമുക്ക് അതിൻ്റെ ബെൽറ്റിൻ്റെ കണ്ടീഷൻ നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. ബെൽറ്റ് കമ്പനി ബെൽറ്റൊന്നുമല്ല, വേറെ ലോക്കൽ ബ്രാൻഡാണ്. പക്ഷെ എന്നാൽ പോലും ബെൽറ്റിന് വേറെ കംപ്ലയിൻറ്റോ കാര്യങ്ങളൊന്നുമില്ല. അത് നമുക്ക് ബെൽറ്റ് തന്നെ യൂസ് ചെയ്യാം, കുഴപ്പമില്ല. പിന്നെ ക്ലച്ചിനകത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് അതിൻ്റെ വേരിയേറ്റർ ബോഡി, ബോസ് ഡ്രൈവ്, റോളർ അടങ്ങുന്ന യൂണിറ്റാണത്. ഇതൊക്കെ നല്ല രീതിയിൽ കംപ്ലീറ്റ് വന്നേക്കാം. തേയ്മാനം വന്നിട്ടുണ്ട്. അതിൻ്റെയാണ് വണ്ടിക്ക് ആ ഓടിക്കുന്ന സമയത്ത് സൗണ്ട് കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെയാണ് കേട്ടോ. ഇവിടെ നോക്കുമ്പോൾ എത്രയും പ്ലേ ആണ് ഇതിനകത്ത് കാണിക്കുക. അപ്പോൾ നമുക്കത് സെറ്റപ്പായിട്ട് നമുക്ക് മാറ്റിയാലാണ് അത് ക്ലിയർ ആവുള്ളൂ. മാറ്റാന്ന് വെച്ചാൽ ഒന്ന് ഈ അലുമിനിയം ബോഡി മാറണം, പിന്നെ ഈ ബോസ് ഡ്രൈവ് എന്ന് പറയുന്ന ഈ യൂണിറ്റ് മാറണം. ഈ റോളറുകളെല്ലാം തന്നെ ഡാമേജ് ആയിട്ടുണ്ട്. അപ്പോൾ അതും കൂടി മാറ്റിയാലാണ് അത് ക്ലിയർ ആവുള്ളൂ. പിന്നെ വെയിറ്റ് സെറ്റ് യൂണിറ്റിൻ്റെ ഭാഗം നമ്മളൊന്ന് അഴിച്ച് ഫുള്ളായിട്ട് ആ പിന്നൊക്കെ ഒന്ന് ഗ്രീസ് ചെയ്ത് നമുക്ക് റീസെറ്റ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ക്ലച്ച് ഔട്ടർ യൂണിറ്റൊക്കെ ആയാലും നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് കയറ്റിയാൽ മതി. ബാക്കിലത്തെ ക്ലച്ച് പുള്ളി പോലെ വർക്ക് ചെയ്യുന്ന യൂണിറ്റ് നമ്മൾ അഴിച്ചിട്ടുണ്ട്. അതിൻ്റെ പിന്നൊക്കെ ഒന്ന് മാറ്റിയിട്ട് ക്ലച്ച് ഫുള്ളായിട്ടൊന്ന് ഗ്രീസ് ചെയ്ത് കയറ്റാം. അതാണ് നമുക്ക് ക്ലച്ചിൽ വന്ന വർക്ക്. ക്ലച്ചിൽ നമുക്ക് മാറ്റേണ്ടി വന്ന ഭാഗങ്ങൾ ഇത് മാത്രമാണ്. ഈ വീല്, ആ റോളർ, ബോസ് ഡ്രൈവ് അടക്കം ഉള്ള യൂണിറ്റാണ് അത് മാറ്റേണ്ടത് കേട്ടോ. പിന്നെ കിക്കറിൻ്റെ വീലൊക്കെ ഒന്ന് അഴിച്ച് നമുക്ക് ഗ്രീസ് ചെയ്തിടാം. ക്ലച്ച് കവറിൻ്റെ ഉള്ളിലൊക്കെ ആയാലും അത്യാവശ്യം പൊടി കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാം. ചോക്കിൻ്റെ കേബിളൊക്കെ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ ചോക്ക് കേബിളൊക്കെ വർക്കിംഗ് നോക്കിയാണ്. നല്ല വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. ആക്സിലേറ്റർ കേബിളായാലും നല്ല കേബിളാണ് കിടക്കുന്നത് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഈ സ്കൂട്ടർ മോഡൽ വണ്ടിയുടെ പെട്രോൾ ടാപ്പിൻ്റെ വർക്കിംഗ് എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്താണ് പെട്രോൾ കാർബറേറ്ററിനകത്ത് നിന്ന് ടാങ്കിൽ നിന്ന് കാർബറേറ്ററിലേക്ക് വരാൻ പാടുള്ളൂ. കാരണം എന്താ വെച്ചാൽ നമുക്ക് ഓൺ ഓഫ് സ്വിച്ച് കാര്യങ്ങളൊന്നും ഇല്ലല്ലോ, ഓട്ടോമാറ്റിക്കായിട്ട് വർക്ക് ചെയ്യണ യൂണിറ്റാണ്. പക്ഷേ ഇതിൻ്റെ ആ ഫംഗ്ഷൻ ഓൾറെഡി കംപ്ലൈൻറ്റാണ്. കാരണം ഇപ്പോൾ നമ്മളിപ്പോൾ മൊത്തത്തിൽ അഴിച്ചു വെച്ചാണെങ്കിലും വെറുതെ ഫുള്ളായിട്ട് പെട്രോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അത് ശരിക്കും പറഞ്ഞാൽ നമുക്കിപ്പോൾ ഈ പെട്രോളിൻ്റെ ഈ പൈപ്പ് എന്ന് പറഞ്ഞാൽ റബ്ബർ ടൈപ്പ് പൈപ്പ് ആയതുകൊണ്ട് തന്നെ ഇടയ്ക്ക് പൊട്ടിപ്പോകാനൊക്കെ ഉള്ള സാധ്യത ഉള്ളതും കൂടിയാണ്. തന്നെയല്ല കാർബറേറ്ററിൽ ഓവർഫ്ലോൻ്റെ പ്രോബ്ലം എന്തെങ്കിലും കാണിച്ചാൽ ടാങ്കിലുള്ള പെട്രോൾ ഫുള്ള് പുറത്തേക്ക് പോവുകയും ചെയ്യും. ടാപ്പ് എന്ന് പറയുന്നത് ആയിരിക്കുന്ന യൂണിറ്റാണ്. അപ്പോൾ അതൊന്ന് അഴിച്ച് കൈയോടെ മാറ്റിയിടുന്നത് നന്നായിരിക്കും. കാരണം എന്താ വെച്ചാൽ അത് നമ്മുടെ ഒരു സേഫ്റ്റിയുടെയും കൂടി ഭാഗമാണ്. വണ്ടി സ്റ്റാർട്ടാവുന്ന സമയത്ത് മാത്രമാണ് ടാങ്കിൽ നിന്നും പെട്രോൾ കാർബറേറ്ററിലേക്ക് സപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. അല്ലാത്ത സമയത്ത് കട്ട് ഓഫാണ്. വണ്ടി എഞ്ചിൻ ഓഫായി കഴിഞ്ഞാൽ അതും ഓഫായിട്ട് നിൽക്കണം. അതാണ് അതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ കേട്ടോ. അതോ ഐറ്റം ഡാമേജ് ഉണ്ട്. കൂട്ടത്തിക്കടെ നമുക്ക് അതിൻ്റെ പൈപ്പും കൂടി ഒന്ന് ചേഞ്ച് ചെയ്ത് തരാം. ഹെഡിൻ്റെ കവർ ഗ്യാസ്കറ്റ് ലീക്ക് ഉണ്ട്. ഇവിടെ അത്യാവശ്യം നോക്കുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ലീക്കേജ് കാണിക്കുന്നുണ്ട്. അത് അഴിച്ച് കഴിഞ്ഞാൽ കവർ ഗ്യാസ്കറ്റ്, അതിൻ്റെ റബ്ബർ ഗ്യാസ്കറ്റ് മാറ്റിയിടാം. ഈ 2 ബോൾട്ടിൻ്റെ ഉള്ളിലും ഓരോ ഹോൾസെയിലുകളുണ്ട്. അതും കൂടി നമുക്കൊന്ന് മാറ്റി റീസെറ്റ് ചെയ്യാം. ഫ്രണ്ട് ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ടിൽ നമുക്ക് വണ്ടി ഗട്ടറൊക്കെ ചാടി ഓടുന്ന സമയത്ത് നല്ല രീതിയിലുള്ള സൗണ്ടുകളുണ്ട്. അത് നമുക്ക് നോക്കുമ്പോൾ ഒന്ന് വീലിൻ്റെ ബെയറിങ് പോയിട്ടുണ്ട്. ടയറിൻ്റെ കണ്ടീഷൻ കുഴപ്പമൊന്നുമില്ല. ടയർ നല്ല ടയറാണ്. വീലിൻ്റെ ബെയറിങ് പോയേക്കുന്നത് കൂടാതെ കൊണ്ട് നമുക്ക് അതിൻ്റെ ഈ കുഷൻ അസംബ്ലിയുടെ ഒക്കെ ബുഷ് ഇതേ ഫുള്ള് ഓവലായി പോയേക്കാം. ഇതും മൊത്തത്തിൽ പോയിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് 2 മാറിയിടണം. അത് കൂടാണ്ട് തന്നെ ഇതിൻ്റെ ലിങ്കിൻ്റെ ബുഷും കംപ്ലൈൻ്റ് ആണ്. ഇവിടെ നോക്കുമ്പോൾ അറിയാം നമുക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ള സൗണ്ടും കാണിക്കുന്നുണ്ട്. അത് ആ തേയ്മാനത്തിൻ്റെ ആണ് കേട്ടോ. അപ്പോൾ അതും കൂടി മാറ്റിയാലാണ് ആ ഭാഗം, ഫ്രണ്ടിലത്തെ ഭാഗം ഓക്കെ ആവുള്ളൂ. കൂട്ടത്തിൽ കൂടെ നമ്മളതിൻ്റെ ബാറ്ററിയും കൂടി നമ്മൾ ചെക്ക് ചെയ്ത് പോകുന്നുണ്ട്. 2021 മോഡൽ ബാറ്ററിയാണ് വണ്ടിയിൽ ഇരിക്കണേ. ആമറോണിൻ്റെ ബാറ്ററിയാണ്. അപ്പോൾ നമ്മളതിൻ്റെ വോൾട്ട് ടെസ്റ്റും ബാറ്ററി ടെസ്റ്റും കൂടി നമ്മൾ കൂട്ടത്തിൽ നടത്തി പോകുന്നുണ്ട്. നമുക്കതിൻ്റെ വോൾട്ട് നമ്മളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുകയാണ്. വോൾട്ട് ചെക്ക് ചെയ്യുമ്പോൾ നമുക്കതിനകത്ത് കാണിക്കുന്നത് 12.77 റേഞ്ചിൽ വോൾട്ട് കിട്ടുന്നുണ്ട് നമുക്ക്. അപ്പോൾ ബാറ്ററി നമ്മൾ ടെസ്റ്റ് മോഡിലേക്ക് കൊടുത്തിട്ടുണ്ട്. ടെസ്റ്റ് മോഡിലേക്ക് കൊടുക്കുമ്പോൾ ഇതിനകത്ത് വാല്യൂസായിട്ട് കാണിക്കുന്നത് കംപ്ലൈൻ്റ് ആണ്, സെൽ ഡാമേജ് ആയിട്ടാണ് കാണിക്കുന്നത്. വോൾട്ട് 12.79 ഉണ്ട്. അതുകൊണ്ട് തന്നെ ശരിക്കും പറഞ്ഞാൽ സെൽഫിൻ്റെ കംപ്ലൈൻറ്റ് ഇപ്പോൾ നിലവിൽ കാണിക്കുന്നില്ല. സെൽഫൊക്കെ ഇപ്പോൾ നമുക്ക് വർക്കിംഗ് ആണ്.
പക്ഷേ നമുക്ക് ബാറ്ററി ചെക്ക് ചെയ്യുന്ന സമയത്ത് സെൽ ഡാമേജ് കാണിക്കുന്ന സ്ഥിതിക്ക് സ്വാഭാവികമായിട്ട് വലിയ താമസമില്ലാണ്ട് സെൽഫിൻ്റെ ഒരു കംപ്ലയിൻറ്റ് നമുക്ക് വരാം. 2021 മോഡൽ ബാറ്ററിയാണ് ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓൾറെഡി വാറണ്ടി പീരീഡ് കഴിഞ്ഞിട്ടുമുണ്ട്. തന്നെയല്ല ചെക്ക് ചെയ്യുന്ന സമയത്ത് കംപ്ലയിൻറ്റും കാണിക്കുന്നുണ്ട്. അപ്പോൾ നോക്കിയിട്ട് നമ്മളിപ്പോൾ മാറ്റണമെന്നൊന്നുമില്ല. പക്ഷേ ഓൾറെഡി കംപ്ലയിൻറ്റ് അറിഞ്ഞിരിക്കുക. ഓൾറെഡി ബാറ്ററി ഇങ്ങനെ കംപ്ലയിൻറ്റ് കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. എപ്പോൾ വേണമെങ്കിലും നമുക്ക് ബാറ്ററി മാറ്റേണ്ടി വന്നേക്കാം. കാരണം വെച്ചാൽ നമുക്ക് ഈ സ്കൂട്ടർ മോഡലായതുകൊണ്ട് സെൽഫ് ഇല്ലാണ്ട് കിക്കർ അടിച്ച് സ്റ്റാർട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ എല്ലായ്പ്പോഴും അത് പോസിബിൾ അല്ല. അതുകൊണ്ടാണ് നമ്മൾ കൃത്യമായിട്ട് അത് മെൻഷൻ ചെയ്ത് പറയുന്നത് കേട്ടോ. പിന്നെ അതേപോലെ പ്ലഗിൻ്റെ കേസ് ഞാൻ പറഞ്ഞിരുന്നു. പ്ലഗിൻ്റെ പോയിൻ്റൊക്കെ അത്യാവശ്യം തീർന്നേക്കാണ്. അപ്പോൾ അതും കൂടി നമ്മൾ കൂട്ടത്തിൽ മാറ്റുന്നുണ്ട്. പിന്നെ എഞ്ചിൻ ഓയിലിൻ്റെ ഭാഗം നമ്മളൊന്ന് ചെക്ക് ചെയ്തിരുന്നു. ഓയിൽ നല്ല ഓയിലാണ് ഇതിനകത്ത് കിടക്കുന്നത് കേട്ടോ. പിന്നെ അത് കൂടാതെ നമുക്ക് അതിൻ്റെ ഒരു സെക്കൻഡറി ഫിൽറ്റർ, എയർ ഫിൽറ്ററിൻ്റെ തന്നെ സെക്കൻഡറി ഫിൽറ്റർ എന്ന് പറയുന്ന യൂണിറ്റാണത്. അത് സ്പോഞ്ച് മോഡലാണ്. അതുണ്ട്, അത് മൊത്തത്തിൽ പൊടിഞ്ഞൊക്കെ പോയേക്കാണ്. അപ്പോൾ അതും കൂടി നമുക്ക് കൂട്ടത്തിൽ ഇടേണ്ടതായിട്ടുണ്ട് കേട്ടോ. പിന്നെ അതേപോലെ എഞ്ചിൻ റൂമിൻ്റെ ഉള്ളിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ചെളി എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ലോണം ചെളി ഉണ്ട് അതിൻ്റെ ഉള്ളിൽ. വാട്ടർ സർവീസ് ചെയ്യുന്ന ഈ ഓപ്പണായിട്ട് ഇതേപോലെ ഇങ്ങനെ കഴിക്കണ കൂട്ടത്തിൽ കൂടെ ഓപ്പണായിട്ടൊന്ന് കഴുകി പോവുകയാണെങ്കിലുള്ള മെച്ചമെന്ന് വെച്ചാൽ എവിടെയെങ്കിലും ചേസിൻ്റെ ഭാഗത്ത് എവിടെയെങ്കിലൊക്കെ തുരുമ്പോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കൈയോടെ തന്നെ നമുക്ക് ആ പെയിൻറ്റൊക്കെ ടച്ച് ചെയ്ത് പോകാനായിട്ട് പറ്റും. നമുക്ക് ഇതേപോലെ അഴിക്കണ സമയത്തൊക്കെയാണ് അത് കാണാൻ പറ്റുള്ളൂ. കൂട്ടത്തിൽ കൂടെയാണ് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ അത് ചെയ്യുന്നുണ്ടെങ്കിൽ നല്ലതാണ്. ചെയ്യുമ്പോൾ നമുക്ക് താമസം വരുമെന്നുള്ളൂ. കാരണം ഇപ്പോൾ ഇന്നത്തേക്ക് ആവില്ല. പക്ഷേ എങ്കിൽ കൂടി വർക്ക് നമുക്ക് നീറ്റായിട്ട് ചെയ്തു പോകാനായിട്ട് പറ്റും ഇങ്ങനെ ചെയ്യണ സമയത്ത്. ഫുള്ളായിട്ട് വാട്ടർ സർവീസ് ചെയ്തിട്ട് എവിടെയെങ്കിലുമൊക്കെ തുരുമ്പ് ഈ ചേസിൻ്റെയൊക്കെ ഈ പോർഷൻ ഇവിടെയൊക്കെ തുരുമ്പൊക്കെ ഉണ്ടാവും. നമുക്ക് ഇങ്ങനെ നിൽക്കാൻ നമുക്ക് അറിയാൻ പറ്റില്ല. ഫുള്ളായിട്ടൊന്ന് കഴുകി കഴിഞ്ഞാൽ തുരുമ്പിൻ്റെ ഭാഗങ്ങൾ കാണാൻ പറ്റും. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം ഒന്ന് പെയിൻറ്റൊക്കെ ടച്ച് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അത് നോക്കിയിട്ട് ഞാൻ വീഡിയോ ഒന്ന് വാട്സാപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്തിടാം. അപ്പോൾ നോക്കാം. നമുക്കിപ്പോൾ പ്രതീക്ഷിച്ചിരിക്കുന്ന നമുക്കിപ്പോൾ ഈ കാണുന്ന കംപ്ലയിൻറ്റുകൾ ഉൾപ്പെടുത്തി ഞാൻ അതിൻ്റെ എസ്റ്റിമേറ്റ് ഒന്ന് തയ്യാറാക്കാം. അപ്പോൾ അതും പ്രകാരം നമുക്ക് അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് വെച്ചിട്ട് നമുക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയിട്ട് നമുക്ക് ആ വർക്കും കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ. പിന്നെ ഒരു കേസ് പറയാൻ വിട്ട് നമുക്ക് ബാക്കിലത്തെ ബ്രേക്കിൻ്റെ അവസ്ഥയാണ്. ഈ കേബിളൊക്കെ ഔട്ടർ വലിഞ്ഞാൽ നിൽക്കണം കേട്ടോ. അപ്പോൾ അതും കൂടി എസ്റ്റിമേറ്റിൽ പെടുത്തിയേക്കാം. അപ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടാൽ മതി. ഞാൻ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം. അതായത് എസ്റ്റിമേറ്റ് എമൗണ്ടും ഇട്ടേക്കാം, നമ്മൾ എത്ര രൂപയ്ക്ക് തീരും, ഏകദേശം എത്ര ചിലവ് വരും എന്നുള്ള ദിവസം നോക്കിയിട്ട് അതും പ്രകാരം നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ.